ഒരു കാലത്ത് കാവുകളിലും വീട്ടുവളപ്പുകളിലും നിറസാന്നിധ്യമായിരുന്നു ഞാവൽ. ചിലയിടങ്ങളിൽ ഞാറ എന്നും അറിയപ്പെടുന്നു. മലബാർ പ്ലം, ജാവ പ്ലം, ബ്ലാക്ക് പ്ലം, ജാമുൻ, ജമാൻ, ജാംബുൾ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട് ഞാവൽ. മിർട്ടേസി സസ്യകുടുംബത്തിൽപ്പെട്ട ഞാവലിൻ്റെ ശാസ്ത്രീയ നാമം സിസിജിയം ക്യൂമിനി എന്നാണ്. പോഷക ഗുണങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് ഞാവൽപ്പഴം. ഞാവൽ മരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഓരോ തരത്തിൽ ഉപയോഗവും ഔഷധ ഗുണമുള്ളതുമാണ്. ഞാവൽപ്പഴം ഉദരസംബന്ധമായ അസുഖങ്ങൾ, വിളർച്ച, അതിസാരം, മൂത്രതടസ്സം എന്നിവയ്ക്ക് വളരെ നല്ലതാണ്. വിറ്റാമിൻ എ, വിറ്റാമിൻ സി, വിറ്റാമിൻ കെ, പൊട്ടാസ്യം, അയൺ, ഫൈബർ എന്നിവ ധാരാളം അടങ്ങിയിട്ടുള്ള ഞാവൽപ്പഴം രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടി രക്തത്തെ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നു. ഞാവൽപ്പഴത്തിന് ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവായതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ടുതന്നെ പ്രമേഹ രോഗികൾക്ക് ഇത് അത്യുത്തമമാണ്. ഞാവൽപ്പഴത്തിലുള്ള ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ അണുബാധയെ ചെറുക്കാനും സഹായിക്കുന്നു. രക്തസമ്മർദ്ദം കുറയ്ക്കാനും കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാനും ഹൃദ്രോഗ സാധ്യതയെ കുറയ്ക്കാനും ഞാവൽപ്പഴം നല്ലതാണ്. ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും ചർമ്മത്തിൻ്റെ പുതുമ നിലനിർത്താനും മുഖക്കുരുവിനെ ഒരു പരിധിവരെ ചെറുക്കാനും ഞാവൽപ്പഴം സഹായിക്കുന്നു. പാല്, പച്ചക്കറി, അരി, കോഴിയിറച്ചി തുടങ്ങി എല്ലാ അവശ്യ സാധനങ്ങളും അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങുന്ന കൺസ്യൂമർ സ്റ്റേറ്റാണ് കേരളം. പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ വീട്ടുവളപ്പിൽ ഞാറയും അതുപോലെ ചാമ്പക്കയും പേരക്കയും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഇതെല്ലാം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരണം. അങ്ങനെ ഞങ്ങളിങ്ങോട്ട് പോകുന്ന വഴിക്കാണ് ഞാറപ്പഴം വിൽക്കാനായി വെച്ചിരിക്കുന്നത് കണ്ടത്. നമുക്ക് ഈ ഞാറപ്പഴം എവിടെ നിന്ന് വരുന്നു, അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. മോൻ എന്താ പേരെന്താണ്? മാധവൻ. മാധവൻ എവിടെ വരുന്നത്? മാധവൻ തിരുനെൽവേലി. ഇതെവിടെ നിന്നാണ് ഈ ഞാറപ്പഴം വരുന്നത്? ഇത് ആന്ധ്രയിൽ വന്നു. എത്ര കിലോ ഒരു ദിവസം ഇവിടെ വിൽക്കും? ഇത് ഒരു ദിവസം കുറഞ്ഞപക്ഷം 40 കിലോ വിൽക്കും. 40 കിലോ ഒരു ദിവസം ഇവിടെ വിൽക്കും. എത്ര രൂപയാണ് ഒരു കിലോയ്ക്ക്? കിലോ 400 രൂപ. ഒരു കിലോ 400 രൂപ. ഇതാരാ കൊണ്ടുവരുന്നത്? ഇത് ഓണറാണ്. ഓൻ എത്രയാ ശമ്പളം? ഒരു ദിവസം എത്ര ശമ്പളം? 500 രൂപ ഒരു നാளைക്ക്. അപ്പോൾ എത്ര ദിവസം ഇത് സീസണായിട്ട് വരുന്നതാണല്ലോ. അപ്പോൾ ഈ സീസൺ കഴിയുമ്പോൾ പിന്നെ വേറെ അടുത്ത് എന്തായിരിക്കും വരുന്നത്? വേറെ അവൾ സീസൺ മുടിഞ്ഞോടെ അടുത്ത വ്യാപാരം കരുപ്പെട്ടി പോവാണ്. ഏതുവരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ ITM முடிஞ்சு. എന്നിട്ട് പിന്നെ തുടർന്ന് പഠിക്കാൻ പോകുന്നത്? ഇല്ല, ഇപ്പോൾ ITM முடிச்சுட்டு ഇപ്പോൾ ചുമ്മാ ലീവിനാല പാട്ടം ജയിപ്പാ. ഇപ്പോൾ ലീവാണല്ലേ, അവധിയാണ്, അവിടെ വെക്കേഷനാണ്. അപ്പോൾ ഇതിന് തുടർന്ന് പഠിക്കാൻ പോകണം. എവിടെ താമസം? ചെന്നൈയിലാണ്. അല്ല, നിങ്ങൾ ഇവിടെ ഈ കച്ചവടം നടത്തി ഇന്നലെ ഇവിടെ കണ്ടിരുന്നു. അപ്പോൾ ഇവിടെ കച്ചവടം നടത്തിയിട്ട് നിങ്ങൾ എത്ര പേരാ വന്നിട്ടുള്ളത്? ഒരു 30 പേര് വന്നിരിക്കും. 30 പേര്. എവിടെ താമസിക്കുന്നത് എല്ലാവരും? താമസം അവിടെ വണ്ടിയിൽ അപ്ഡേ ഇത് പണിയിട്ട് അപ്ഡേ இருக்கும். വണ്ടിയിൽ തന്നെ താമസിക്കും അല്ലേ? ഞാറപ്പഴം കണ്ടുകൊണ്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അതിന് പണ്ടൊക്കെ നമ്മുടെ വീട്ടിൻ്റെ വളപ്പിലൊക്കെ ഉണ്ടായിരുന്നതല്ലേ? ഞങ്ങളുടെ വീട്ടിലും ഉണ്ടായിരുന്നു. ഒരു വലിയ മരമായിരുന്നു. പിന്നെ വീട് വെക്കാൻ നേരത്ത് മുറിച്ച് കളഞ്ഞതാണ്. പക്ഷെ ഇപ്പോൾ അത് മുറിക്കേണ്ടായിരുന്നു. വിഷമം തോന്നുന്നുണ്ട്. ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഇത്രയും ധാരാളം വില കൊടുക്കണ്ടേ അപ്പോൾ ഈ അവസരത്തിൽ? അപ്പോൾ അത് മുറിക്കാതിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് ധാരാളം വിലയൊന്നും കൊടുത്ത് വാങ്ങേണ്ട ഒരു ഇത് വരില്ലായിരുന്നു. അത് മുറിച്ചതിൽ ഒരു വലിയ വിഷമമാണ്. ഇപ്പോൾ നട്ടിട്ടുണ്ട്. നമ്മളതിൻ്റെ വില ശരിക്കും അറിയുന്നുണ്ട്. പക്ഷേ പുതിയ തൈ ഇപ്പോൾ നട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഒരു 2-3 വർഷം കഴിയുമ്പോൾ കായ്ക്കുമായിരിക്കും. പണ്ടുകാലത്തൊക്കെ നമ്മുടെ വീട്ടുവളപ്പിൽ ധാരാളമായി ഉണ്ടായിരുന്നതാണ് ഈ ഞാറയും പേരയും നെല്ലിക്കയും ചാമ്പങ്ങയും ഒക്കെ. എന്നാൽ ഇന്ന് ഞാറപ്പഴം പോലും നമുക്കിന്ന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരണം. കണ്ടില്ലേ, നേരത്തെ വാങ്ങാൻ വന്ന രതീഷ് പറഞ്ഞതുപോലും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇതുപോലൊരു ഞാറ മരം ഉണ്ടായിരുന്നു എന്നാണ്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം അതിൻ്റെ വിലയറിയുന്നു. അദ്ദേഹം ഒരു ഞാറത്തൈ വാങ്ങി വളരാനായി കാത്തിരിക്കുകയാണ്. അതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ. അവശ്യ സാധനങ്ങൾക്കെല്ലാം നമ്മളിന്ന് ആശ്രയിക്കുന്നത് അന്യ സംസ്ഥാനങ്ങളെയാണ്. ഇനിയെങ്കിലും ഇതിനൊരു മാറ്റം വരണം. പക്ഷേ നമ്മുടെ തോടും അതുപോലെ പുരയിടങ്ങളും എല്ലാം മണ്ണിട്ട് നികത്തി ഫ്ലാറ്റുകളും ബഹുനില കെട്ടിടങ്ങളും പണിഞ്ഞു കഴിഞ്ഞു. ഇനി എന്തായാലും ഈ നാടിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ക്യാമറമാൻ ജെയിൻ സിംസിനൊപ്പം സുമേഷ് മാർക്കപ്പോളോ, DNA ന്യൂസ്.